ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അനസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ശനിയാഴ്ചയാണ്. ഇന്നലെ രാത്രി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ബാക്കി കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു, അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് പാത്രം കഴുകാനായിട്ട് മടിയായി. ലാസ്റ്റ് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ കഴുകി വെച്ചില്ല. അപ്പോൾ രാവിലെ തന്നെ അതങ്ങ് വൃത്തിയാക്കുകയാണ്. അല്ലെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ബാക്കി കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒത്തിരി പാത്രമാവും. പിന്നെ ഇപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ്. പിന്നെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇന്നൊരു കല്യാണമുണ്ട്, നമ്മുടെ സലു കിച്ചൺ സമീറാത്തയുടെ മോൻ സൽമാൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകണം. ആദ്യം തന്നെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഉലുവ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. ഇത് 1 കപ്പ് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ ഉലുവ രാത്രി തന്നെ ഇട്ട് വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് ചൂടാക്കിയിട്ട് കുടിക്കും. 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിട്ട്. വെറും വയറ്റിലാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. ഇന്ന് ദോശയും ചമ്മന്തിയാണ്. ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ. ഇത് ദോശയ്ക്കും ഇഡലിക്കും മാത്രമല്ല, ചോറിൻ്റെ കൂടെയും ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 6-7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എരിവൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വറ്റൽമുളകിൻ്റെ തൊലിക്കും എരിവുണ്ട്, പക്ഷേ കുരുവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴായാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിലും നമുക്കായാലും വയറിന് അത്രയും എരിവ് കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുരു കളഞ്ഞിട്ടാണ് എപ്പോഴും എടുക്കുന്നത്. പിന്നെ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഈ സവോളയ്ക്ക് പകരം ഒരു 7-8 ചെറിയ ഉള്ളി എടുത്താലും നല്ല ടേസ്റ്റാണ്. പക്ഷേ എളുപ്പം സവോള ആയതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി വേണം, 2 ചെറിയ അല്ലിയാണേ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പിടി മല്ലിയിലയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് അരിഞ്ഞു വയ്ക്കാം. ഒരുപാട് അങ്ങനെ ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. നമ്മളിതെല്ലാം കൂടി പിന്നെ അരച്ചെടുക്കുമല്ലോ. ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് കുറച്ച് വാളംപുളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും 2 രീതിയിൽ ഈ ചമ്മന്തി നിങ്ങൾക്ക് ഉണ്ടാക്കാം. കുറച്ച് പുളി ചേർത്ത് അല്ലെങ്കിൽ തക്കാളി ചേർത്ത്. ഓക്കെ, അപ്പോൾ ഈ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പുളിക്ക് പകരം ഒരു തക്കാളി ഉപയോഗിച്ചാലും മതി. അതായത് ചോറിന് ആണെങ്കിൽ പുളിയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം വാളംപുളി ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പാൻ വെച്ചു. അതിനകത്തേക്ക് ആവശ്യത്തിന് ഒരല്പം എണ്ണ മതി കേട്ടോ, ഒരുപാട് വേണ്ട. ജസ്റ്റ് ഇതൊന്ന് വഴറ്റാൻ മാത്രം എണ്ണ. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, വറ്റൽമുളക് ഒരു 7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാത്തിൻ്റെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറണം. അപ്പോൾ ആ സവാളയും എല്ലാം ഒന്ന് ഇതുപോലെ വാടി കഴിയുമ്പം എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം വാളംപുളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പുളി അല്ലെങ്കിൽ ഒരു നല്ല പഴുത്ത തക്കാളി ചേർക്കാം, ഏതായാലും കുഴപ്പമില്ല. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒരുപാട് നിറം മാറി അങ്ങ് ബ്രൗൺ ആവാതെ നോക്കണം കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചപ്പ് മാറിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ പിടി മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയം വഴറ്റണ്ട, പെട്ടെന്ന് തന്നെ അതങ്ങ് വാടിക്കോളും. അത്രയും മതി. ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. നല്ല ചൂടല്ലേ, അപ്പോൾ ചൂടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ പുതിയ കാസ്റ്റ് അയൺ പാനാണ് കേട്ടോ, ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയതാണ്. ശരിക്കും ദോശ പാൻ അല്ല, ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്യാനും പിന്നെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ വാങ്ങിച്ചതാണ്. പൊതുവേ ഈ കാസ്റ്റ് അയണിൻ്റെ ദോശ പാനുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് പറയാറുണ്ട് അത് സീസൺ ചെയ്തെടുത്താലും കുറച്ചൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന്.
വേറെ ലോഡ്ജിൻ്റെ ഒക്കെ ഒരു കാസ്റ്റ് അയൺ പാൻ എൻ്റെ കയ്യിലുണ്ട്, ദോശ പാന്, അതും ഒട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യത്തെ 2 ദിവസം മീൻ ഫ്രൈ ചെയ്തു, പിന്നെ മുട്ടയൊക്കെ പൊരിച്ചു, അപ്പോൾ ഒട്ടും അടിയിൽ പിടിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ദോശ ഉണ്ടാക്കി നോക്കിയപ്പം കുഴപ്പമില്ലാതെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നതല്ലാതെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നി. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വീണ്ടും അതിനകത്ത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ലതായിട്ട് മയങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പ്ലെയിൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് തിരിച്ചിടുന്നില്ല, സോഫ്റ്റ് ദോശയായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, കണ്ടോ, ഇതുപോലെ എടുക്കും, തിരിച്ചിടത്തില്ല. ചെറുതായിട്ടൊന്ന് പിടിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലാതെ ഇളകി വരും. ഇങ്ങനെ നിങ്ങൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടോ? തിരിച്ചിടാതെ ഇങ്ങനെ സോഫ്റ്റ് ദോശയായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ദോശക്കാലം എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അതിന്. അതുപോലെ ഇങ്ങനെ കാസ്റ്റ് അയൺ പാനിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പാൻ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സാധാരണ കാസ്റ്റ് അയൺ പോലെ തന്നെ കഴുകി എണ്ണ തേച്ച് വെക്കും. അപ്പോൾ ഞാൻ ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ടു. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ചൂട് മാറിയിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നല്ലൊരു പേസ്റ്റായിട്ടല്ല, ചെറിയൊരു തരിയായിട്ട് അരയ്ക്കാണ്. ചോറിനാണെങ്കിൽ ചെറിയ തരിതരിപ്പോടുകൂടി അരയ്ക്കാം, ദോശയ്ക്കോ ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പേസ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇതുപോലെ തന്നെ കഴിക്കാം, താളിക്കണമെന്ന് നിർബന്ധമില്ല. ചോറിനാണെങ്കിൽ പ്രത്യേകിച്ചും താളിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ദോശയ്ക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കടുക് വറുത്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഒരല്പം എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പം ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിനകത്ത് കടുക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും വേണ്ട. കറിവേപ്പിലയുടെ ഒന്നും ആവശ്യമില്ല, നമ്മൾ മല്ലിയില ചേർത്തുണ്ടാക്കിയ ചമ്മന്തി അല്ലേ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കട്ടിക്കാണ് വേണ്ടത്. നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിലും ലൂസായിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തി അല്ല, ഒഴിച്ച് കഴിക്കുന്ന ചമ്മന്തി അല്ല. അപ്പം അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതി. ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം ആ മിക്സി ജാറിൽ തന്നെ ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചമ്മന്തി റെഡി. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഈ ചമ്മന്തിയും ചില തൈരും ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെയോ ദോശയുടെയോ ചോറിൻ്റെയൊക്കെ കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പോൾ ദോശയും ചട്നിയൊക്കെ കഴിച്ച് ഞാൻ കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ജസ്റ്റ് ഒരു 15 മിനിറ്റേ എടുക്കുള്ളൂ. പക്ഷേ ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് തന്നെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് താമസിച്ചാണ്. പിന്നെ അത്യാവശ്യം ഇച്ചിരി ട്രാഫിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൽമാൻ്റെ കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത്. സമീറത്തേനെ ഞാൻ എപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ടെന്നേ ഉള്ളൂ, ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. പക്ഷെ ഞാൻ കല്യാണത്തിന് പോയിട്ട് ഒത്തിരി വീഡിയോസൊന്നും അതിനകത്തൊന്നും എടുത്തിട്ടില്ല, കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പൊതുവേ എനിക്ക് ഒത്തിരി ആൾക്കാരുള്ള സ്ഥലത്ത് വെച്ച് വീഡിയോസ് എടുക്കാൻ കുറച്ച് മടിയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഫംഗ്ഷനുകളിലൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു പ്രൈവസി അല്ലേ പോകുന്നത്, നമ്മൾ വീഡിയോ ഈ ക്യാമറയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തില്ല. അതെന്തായാലും നിങ്ങൾ സലു കിച്ചൺ ചാനലിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ.
അവിടെ സമീറാത്തേനെയൊക്കെ കണ്ട സമയത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്തൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു. അപ്പോൾ വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ കുറേ പേര് ടൈസൺ ഇപ്പോൾ ഇല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പല വീഡിയോസിലും അവനെ കാണിക്കാറുണ്ട്. അവൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പഴയ പോലെ തന്നെ നല്ല കുരുത്തക്കേടൊക്കെ ആയിട്ട് നടപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇന്ന് ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ചായയും ഡിന്നറും ഒക്കെ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം രാത്രി ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കഴിക്കണം. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനില്ല. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തു. കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. മക്കൾ രണ്ടുപേരും അവിടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടിയാണ് സിനിമയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പാപ്പൻ സിനിമ കാണാനാണ് പോകുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും, അച്ഛനും എപ്പോഴും അങ്ങനെ സിനിമയ്ക്ക് വരാനൊന്നും ഇഷ്ടമല്ല. ഇടയ്ക്ക് ഇതുപോലെ ഏതെങ്കിലും അത്യാവശ്യം നല്ല സിനിമയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ വരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ വീക്കെൻഡിലെ കുറച്ച് വിശേഷങ്ങൾ. ചെറിയ വ്ളോഗാണെന്ന് അറിയാം. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചമ്മന്തിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ല വീഡിയോസുമായിട്ട്, നല്ല റെസിപ്പീസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.